ഹലോ സുഹൃത്തുക്കളെ, എന്താ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞങ്ങളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ എത്തിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവരും? ഇവിടെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുകൊണ്ട് വീട്ടിൽ. കുവൈറ്റിലും പിന്നെ ഇവിടെ ബഹ്റിൻ അല്ലേ? കുവൈറ്റിലും ബഹ്റിനിലും ഒക്കെ അല്ലേ? ആ ഗൾഫ് നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും തുടങ്ങിയല്ലോ. യുദ്ധമൊക്കെ തുടങ്ങി ഒരു പ്രശ്നത്തിലൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ടെൻഷൻ ഉണ്ടല്ലേ? അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ എൻ്റെ വിസയുടെ കുറച്ച് പ്രശ്നങ്ങൾ അതൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ടെൻഷനിലാണ്. വിസ ഇതുവരെ അടിച്ചിട്ടില്ല. എൻ്റെ കാറിൻ്റെ റിന്യൂ ഡേറ്റ് കഴിഞ്ഞു. അത് റിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഡി കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിലേ ഐ ഡി കാർഡില്ല. അപ്പോൾ ഐ ഡി പുതുക്കിയിട്ടില്ല. ഇപ്പോൾ ടെമ്പററി എന്നും പറഞ്ഞ് കിടക്കണതിൻ്റെ പേരിൽ കാറ് ഇപ്പോൾ കട്ടപ്പുറത്ത് കയറ്റിയിട്ടേക്കാണ്. കമ്പനി വണ്ടിയിലാണ് ഇപ്പോൾ എവിടെയും പുറത്തൊക്കെ എന്തെങ്കിലും കാര്യത്തിന് പോകണത്. അപ്പോൾ വണ്ടി ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാ വിസ അടിക്കാമെന്നൊരു അറിയില്ല. വിസയുടെ ഒരു പ്രശ്നം നിൽക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ നല്ലൊരു അന്തരീക്ഷമല്ല. എന്തായാലും വിസ അടിക്കാണ്ട് ഇപ്പോൾ നാട്ടിലേക്ക് പോരാനും പറ്റുമല്ലോ. ഞാൻ ചിലപ്പോൾ എൻ്റെ പോക്ക് വരേണ്ട ഒരു പറയാനും പറ്റില്ല. എൻ്റെ ലീവ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഓൾറെഡി എൻ്റെ ലീവ് ഞാൻ വെക്കേഷനിലായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് ഡ്യൂട്ടി ജോയിൻ ചെയ്തിട്ടുള്ളൂ രണ്ടാമതും കമ്പനിയിൽ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഭയങ്കര ടെൻഷനിലിരിക്കുന്നത്? ടെൻഷനൊന്നുമില്ല ചേട്ടൻ, എനിക്കറിയില്ലല്ലോ. അതും കേട്ടിങ്ങനെ ഇരിക്കണ്. വിസടിക്കാത്ത ടെൻഷനുണ്ട്. വിസടിക്കാൻ നല്ല ടെൻഷനാണ്. കാരണം വെച്ചാൽ കമ്പനിയുടെ ചെറിയ എന്ത് ഇഷ്യൂ ആണ്. അവർക്ക് റിലീസും കൊടുക്കാൻ പറ്റുന്നില്ല. റിലീസ് കിട്ടിയെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജോലി ചെയ്യായിരുന്നു. അതും ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ കംപ്ലീറ്റ് ബ്ലോക്കായി പോയി. അവരാ എന്തോ ഒരു പ്രശ്നം എന്താണെന്നറിയില്ല. നാട്ടിലേക്കും പോകാൻ പറ്റണില്ല, പോയാൽ തിരിച്ചു വരാൻ പറ്റൂല. നാട്ടിലേക്ക് പോകാതെ ചെറിയ ഇപ്പം അങ്ങോട്ട് പോകണം. പിന്നെ തിരിച്ചൊന്നും വരാൻ പറ്റൂല. മാത്രമല്ല നമുക്ക് ഒരു സർവീസ് പൈസ കാര്യങ്ങളൊന്നും കിട്ടൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ വിസ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വിസ അടിച്ചിട്ട് പിന്നെ അതിനിടയ്ക്ക് ലിജിയുടെ വിസ റിന്യൂ ആവുന്നുണ്ട്. റിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരു ആശ്വാസം. അല്ലെ പിന്നെ എനിക്ക് ചേട്ടൻ ഒറ്റയ്ക്കിട്ട് പോകാനും ഈ യുദ്ധം വന്നായിരുന്നു. ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പൊക്കോളാനായിരുന്നു. ഞാൻ പോകില്ലാന്ന് പറയും. യുദ്ധം വരുന്ന ചേട്ടൻ ഒറ്റയ്ക്കിട്ട് ഞാൻ പോകൂല. എവിടെയായാലും ഒരുമിച്ചാണ്. പേടിയുണ്ട? ഇവിടെ കിടന്ന് ചാവുകയാണെങ്കിൽ ഇവിടെ കിടന്ന് ചാവാ. യുദ്ധം വന്ന നാട്ടിലാണെങ്കിൽ നാട്ടില് അത് നമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയായാലും ഒരുമിച്ചാണ് നിന്നെ. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ശ്രമിക്കാം. അങ്ങനെയാണ് ആഗ്രഹം. വിധിയാണല്ല ആഗ്രഹം അതാണ്. നിനക്കിഞ്ഞൊരു വിധി നമ്മ പറയണ പോലെ ഒന്നും നടക്കണില്ലല്ലോ ഇപ്പൊ. ഒന്ന് പറയും, ഒന്ന് ചിന്തിക്കും, ഒന്ന് പ്രവർത്തിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം. അതൊക്കെ അങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെ വേറെന്താണ്, അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പുറത്തൊക്കെ പോകാനും വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ചെയ്യാന്ന് തന്നെ മകൻ അറിയില്ല. അപ്പോൾ ഇവിടെ ഇരുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കമ്പനി വണ്ടിയിൽ അധികം പോകാൻ എനിക്ക് താല്പര്യമില്ല. വലിയ വണ്ടി കൊണ്ട് അല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാനേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കൊച്ചു സ്ഥലത്ത് എവിടെയെങ്കിലും പോകാൻ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് പറ്റില്ല. അപ്പം ഇനി ഏതായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മളുടെ കുടുംബാംഗങ്ങളാണല്ലോ എല്ലാവരും. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സും അതുപോലെ കാണുന്ന എല്ലാവരും, നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും. അപ്പോൾ അവർക്ക് മുമ്പിൽ ഞാനൊരു കാര്യം ചെയ്യാൻ വിചാരിച്ചു. എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ഞാൻ ഇട്ടാലോ എന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത വീഡിയോ ലൈഫ് സ്റ്റോറി ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അതെ ചെടയിൽ നമ്മളെ ലൈഫ് സ്റ്റോറി. അതെ, ഈ ലൈഫ് സ്റ്റോറി എന്നൊക്കെ പറയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ നമുക്ക്
പറയാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. നല്ല നല്ല കാര്യങ്ങൾ. നല്ല അപ്പോൾ നല്ല കാര്യങ്ങളല്ലേ. അതെ. പിന്നെ ആൾക്കാർ ഇത് കണ്ടുകാറ്റ് ഒരു വീഡിയോ കണ്ട് സങ്കടപ്പെടാനോ അതൊന്നും അതിലല്ല. അവർക്കൊരു സന്തോഷം, നമ്മൾക്കൊരു സന്തോഷം. ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ ഞങ്ങളൊരു ടൈം പാസിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ചാനലാണ്. ഞാനിവിടെ വന്ന് ലിജിയുടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന സമയത്തൊക്കെ അതെ തുടങ്ങാൻ വെച്ചിരുന്നു. പിന്നെ അത് നമ്മ അതെ അത് ഞാൻ ഒരു ന്യൂസ് ട്രോളിന്നാണ് കിടക്കണ ചേട്ടൻ്റെ. ഒരു ന്യൂസ് ട്രോളായിട്ട് ഉണ്ടാക്കിയൊരു ചാനലായിരുന്നു. അതിപ്പോൾ ഇങ്ങനെ ഫാമിലി ചാനലായിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി. അതൊരു നിമിത്തം അല്ലേ. ഒരിക്കലും നമ്മ ഇങ്ങനെ യൂട്യൂബിൽ വരും പിടിക്കും ചാനല്. ചേട്ടനുണ്ടായിരുന്നു, കിച്ചും ചെയ്തിരുന്നു, ചേട്ടനും ചെയ്തിരുന്നു. ഞാൻ വരുമെന്നൊട്ടും പ്രതീക്ഷ ഉണ്ടായില്ല. ഞാനിവിടെ വന്നപ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പൊ നമ്മളൊരു റൂമിലുള്ള ഒരു ഒറ്റ റൂമിലുള്ള ഒരു ജീവിതം വല്ലാത്തൊരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട്, അത് ഉള്ളപ്പോഴും എനിക്കത് വിഷയമായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ പുറത്ത് പോകുന്നു, ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് വരുന്നു. ലിജിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ലിജി ഇവിടെ ഇരിക്കുന്നു, ഈ റൂമിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ ഞാൻ പുറത്ത് എന്താ ദിവസം നമുക്ക് പുറത്ത് പോകാനൊന്നും പറ്റും. നാട്ടിലെന്ന് പറഞ്ഞാൽ എപ്പോഴും ആവശ്യങ്ങളും കല്യാണവും എന്നാലും എപ്പോഴും ആവശ്യം ഉണ്ടാവും. അല്ല, അംഗങ്ങളുള്ള കുടുംബമായ കാരണം എപ്പോഴെപ്പോഴും ആവശ്യങ്ങളുണ്ടാവും. കല്യാണം, വെല്ലുവിളി, പിന്നെ അയൽവാസികളായിട്ടുള്ള സൗഹൃദങ്ങള് അതൊക്കെ നല്ല ഇതാണ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അകലെയുള്ള ബന്ധുക്കളെക്കാളും അടുത്തുള്ള ശത്രുക്കളായിരിക്കും നമുക്ക് ഉപകാരത്തിനുണ്ടാവുന്നുള്ളതാണ്. ആരും ശത്രുക്കളൊന്നും ഇല്ല കേട്ടോ. ശത്രുക്കളല്ലേട്ടാ, അടുത്തുള്ള ബന്ധുക്കാരിൽ നല്ലത് നമുക്ക് എന്താ അസുഖം വന്ന അയൽവക്കാരല്ലേ വേഗം വരുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്. അകലെയുള്ള മിത്രങ്ങളെക്കാളും നല്ലത് അടുത്തുള്ള ശത്രുക്കൾ അങ്ങനെ തോന്നുന്നു എനിക്ക്. അങ്ങനല്ല. അയ്യോ, അയൽവക്കാരല്ലേ എന്തിനോടി വരുള്ളൂ. ബന്ധക്കാരെത്തുന്നതിന് മുമ്പ് നമുക്ക് അയൽവക്കാരല്ലേ വരുന്ന. അങ്ങനെ എന്തോതാണ് എനിക്ക് അതിന് കറക്റ്റ് ആയിട്ട് അറിയില്ല. അതറിയണവരൊന്നും പറയാം. നമുക്ക് വലിയ കാര്യം കൊടുക്കില്ല. അതില്ലേ ഇപ്പൊ നമ്മക്ക് നൈറ്റ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളെ ബന്ധുക്കാരെത്തുന്നതിന് മുമ്പ് അയൽവക്കാര് വരും. അയൽവക്കാരായിട്ട് എപ്പോഴും നമ്മ നല്ല സൗഹൃദം അതാണ്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നല്ല സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. ഇവിടെ സന്തോഷക്കുറവില്ല. ഒറ്റപ്പെട്ട പോലെ ആവുകയാണല്ലോ ഇവിടെ. റൂമെന്ന് പിന്നെ എവിടേക്കാ പോകുന്നത്? അടുക്കളയിൽ പോകും, തിരിച്ചു വരും, ഹാളിൽ ചെന്ന് എന്ത് ഇരിക്കാനവിടെ? ഈ റൂമിൽ തന്നെ ഇരിക്കും, കട്ടില്, അടുക്കള. 9 മാസമായില്ലേ വന്നിട്ട്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും അടുത്ത് തന്നെ എന്തായാലും നാട്ടിലേക്ക് വരും ലിജി എന്തായാലും വരും. എന്നിട്ട് അവിടെ നിന്ന് നിന്നിട്ടൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടാ. അപ്പോഴത്തേനും ഒക്കെ ശരിയാവും. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് പോലും ചിലപ്പോൾ ഈ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റില്ല. ഞാൻ ലിജി എന്ന് ഞാൻ പറയാറുണ്ട്, പക്ഷെ എൻ്റെ പേര് എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. ചോദിച്ചിട്ടില്ല അല്ലേ കമന്റിൽ ചേട്ടൻ്റെ പേര്? ഇല്ല എൻ്റെ പേര് ഞാൻ പറയുന്നതിൻ്റെ അറിയില്ല. അതെന്ന് എനിക്ക് എൻ്റെ അച്ഛനമ്മയ്ക്കും 8 മക്കളിൽ ഇളയ ആദ്യം പേര് പറയേട്ടാ. ആദ്യം പേര് പറ. അപ്പം പറയണ്ടേ, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടല്ലേ. ആദ്യം പേര് പറഞ്ഞിട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ എൻ്റെ പേര് സുരേഷ് എന്നാണ് കേട്ടോ. എൻ്റെ പേര് സുരേഷ്. എൻ്റെ പേര് പിന്നെ അറിയാലോ, ലിജി സുരേഷ്. അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ്, എടവിലങ്ങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് അല്ലേ? അതെ. അപ്പോൾ താമസിക്കുന്നത് 15 വർഷമായിട്ട്. കാരയിലായിരുന്നു, കാതിയാളം ചേട്ടൻ്റെ വീട്. എൻ്റെ വീട് ചേട്ടൻ്റെ വീട് കാതിയാളം, എൻ്റെ വീട് കാര. താമസിക്കുന്നത് 5 വർഷമായിട്ട് എടവിലങ്ങ്. ഈ 3 സ്ഥലം എന്ന് പറഞ്ഞാൽ അധികം വ്യത്യാസമില്ല. 3-5 ബസ് സ്റ്റോപ്പിന് വ്യത്യാസമുള്ളൂ. ഞങ്ങൾ അടുത്തടുത്താണ് ഒക്കെ. ഞാൻ അല്ലേ കാര കാതിയാളം എന്നൊക്കെ പറഞ്ഞാൽ അടുത്തടുത്താണ്. അപ്പം അതായത് ഞങ്ങളെല്ലാവരും അറിയും. പഞ്ചായത്തിൽ ഞാൻ ജനിച്ചത് എടവിലങ്ങ് പഞ്ചായത്തിൽ തന്നെ.
എന്നെ കല്യാണം കഴിച്ചു അല്ലേ? ഏ? അത് തന്നെ, കല്യാണം കഴിച്ചു പെട്ടു. ആര് വിട്ട്? ചേട്ടൻ വിട്ടാ? ലിജി പെട്ട്. ഞാൻ പെട്ടിട്ടില്ല. എനിക്കിപ്പോഴും സന്തോഷമാണ്. എനിക്ക് എൻ്റെ എണ്ണ കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊന്നും ഒരേപോലെ സ്നേഹിച്ച് അല്ലേ പോണു. എന്ന് വെച്ചാൽ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 8 മക്കളാണ്. അച്ഛനമ്മയ്ക്കും അതിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. അങ്ങനെ ചെറുപ്പത്തിലുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതല്ലട്ടാ, ഞാനിപ്പൊക്കെ ചിലപ്പോ ഇത് കുറച്ചൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോ ഇതിനോട് പറയുമ്പോ പല കാര്യമൊക്കെ പറഞ്ഞു. അല്ല, കുട്ടിക്കാലത്തുനിന്ന് തുടങ്ങണോ അല്ലെങ്കിൽ ഒരു പ്രായമായതിന് ശേഷം തുടങ്ങണോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനൊക്കെയാണ്. അപ്പം എന്തായാലും നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? കുട്ടിക്കാലത്ത് നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഉണ്ടായ സംഭവം? ചേട്ടൻ്റെ കുട്ടിക്കാലം തുടങ്ങി ഞാനും കേക്കട്ടെ. അല്ല, എൻ്റെ പറഞ്ഞല്ലോ, എന്ത്? ഇയാളെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ചേട്ടൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ 8 പേര്, 8 പേരിൽ 5 ആണും 3 പെണ്ണും. 8ാമത്തെ ഇളയ അതെ, പുത്രൻ ഉത്തരനാണ്. അച്ഛനും അമ്മയ്ക്കും അല്ലേ? കേട്ടോ? അല്ലേ? അതെ അതെ അതെ. പാലത്തിങ്കൽ ശങ്കരനാരായണ ശങ്കരനാരായണൻ പൊന്നുകുട്ടി ദമ്പതികളുടെ മകൻ, 8ാമത്തെ 8ാമത്തെ പുത്രൻ. ആണിലും പെണ്ണിലും ഏതാണ്ട്. അപ്പോൾ ഞങ്ങളൊരു വലിയൊരു കുടുംബമാണ്. പണ്ട് ഇപ്പോൾ 8ാമത്തെ എന്നൊക്കെ പറയും ഇപ്പോഴത്തെ ആൾക്കാർ 8 കുട്ടികളൊക്കെ ചോദിക്കും. പണ്ട് ഞങ്ങൾ അമ്മനോട് ചോദിക്കുമായിരുന്നു കേട്ടോ. അമ്മനോട് പണ്ടങ്ങനെയാണ്. ഞാൻ അമ്മനോട് ഞാൻ അച്ഛനമ്മയ്ക്ക് 2 മക്കളുള്ള മൂത്തത് ഞാനും എനിക്കൊരു അനിയത്തിയുള്ളൂ. അപ്പൊ ഞാനീ വലിയ കുടുംബത്തിലേക്ക് വന്നിട്ട് എനിക്ക് കണ്ണളി പോയില്ലേ? ഒന്നും അറിയാത്ത പോലെ എന്തേ ഞാൻ അച്ഛനമ്മ 2 മക്കളും ഇപ്പോഴത്തെ നമ്മളെ ഇതേപോലെ നടന്നിരുന്നാണ് അച്ഛനമ്മ. അതിന് മൂത്തതാണ് ഞാൻ. എനിക്കൊരു അനിയത്തിയുണ്ട് അച്ഛനമ്മ. ഞാൻ വലിയ കുടുംബത്തിൽ വന്നിട്ട് ദൈവമേ ഞാൻ എന്താണെന്ന് ചോദിച്ചു. അതോ ചേട്ടൻ്റെ അമ്മ എൻ്റെ അമ്മാമ്മയുടെ പ്രായമുണ്ട്. ആ സമയത്ത് ചേട്ടൻ്റെ അമ്മ കല്യാണം കഴിക്കുന്നത് ലിജിക്ക് എത്രാമത്തെ വയസ്സാണ്? 19ാമത്തെ വയസ്സിലാണ് ലിജിനെ ഞാൻ കല്യാണം കഴിക്കുന്നത്. അന്ന് എനിക്ക് 24. എനിക്ക് 24 വയസ്സായിട്ടുള്ള 24 വയസ്സിൽ കല്യാണം കഴിച്ച ആളാണ്. ലിജിക്ക് 19. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ചെറുപ്രായത്തിൽ. അപ്പൊ കല്യാണം കഴിച്ചില്ല, എല്ലാവരും ചോദിച്ചിട്ട് ഞങ്ങള് സ്നേഹ കല്യാണമാണോ, നിങ്ങൾ പ്രേമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു തന്നിട്ട്. അങ്ങനെ ഒന്നല്ല. അപ്പോൾ ഞാനേ പറഞ്ഞു നിർത്തിയെടുത്തത് വീണ്ടും വരാം. അമ്മനോടൊക്കെ ചോദിച്ചിരുന്നേ. അമ്മ ഞങ്ങളടുത്ത് അമ്മ ഇതെന്താ 8 മക്കള് ഇത്ര എന്താണെന്നൊക്കെ ചോദിക്കും ഞങ്ങള്. അമ്മ ഭയങ്കര, ഞങ്ങള് ഇപ്പം ഞങ്ങൾ 5 ആണുങ്ങൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ലിജി അടക്കം, അവരൊക്കെ ആയിട്ട് ഭയങ്കര, അവരെല്ലാവരും നല്ല എന്താ പറയുക, അമ്മനൊരു ഭയങ്കര ക്ലോസാണ്. എന്തും ഇങ്ങനെ ഇതേപോലെ തമാശയും കാര്യങ്ങളൊക്കെ ചോദിക്കും. എൻ്റെ ചേട്ടത്തിമാര്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുമായിരുന്നു അമ്മ എന്തെങ്ങനെ. അപ്പം അമ്മ പറയേ, ദൈവം തരണല്ല മക്കളെ, നമ്മ 2 കൈയും കെട്ടി സ്വീകരിച്ച് എന്ന് പറയും. അപ്പൊ അങ്ങനെ പറയുന്നില്ല, നല്ല അപ്പൊ അങ്ങനൊക്കെ പറയുമായിരുന്നു അമ്മ. അതെനിക്ക് അങ്ങനെ അറിയാം. അച്ഛനമ്മയൊക്കെ മരിച്ചു പോയേട്ടാ ചേട്ടൻ്റെ. അച്ഛനമ്മയൊക്കെ മരിച്ചു. ഞാൻ വരുമ്പോ അമ്മയുണ്ട്. ഞാനും അമ്മയും എത്ര വർഷം നിന്ന്. കിച്ചു LKG പഠിക്കുമ്പോ അമ്മ മരിച്ചു. LKG പഠിക്കുമ്പോ അമ്മ മരിച്ചു. അത് വല്ലാത്ത ഒരു, അത് പറയാം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. 5-8 വർഷം ഒന്നുമില്ലല്ലോ അമ്മനെ കൂടി. ഞാൻ തറവാട്ടിലായിരുന്നു. ഞാൻ അമ്മ മരിക്കുന്നേരം വീട്ടിൽ തന്നെ ഇരുന്നു. അമ്മ മരിച്ച പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോന്നു. കുഞ്ഞു പിള്ളേരായിരുന്നു. അന്ന് ചേട്ടൻ നാട്ടിലില്ല. അത് വല്ലാത്തൊരു സ്റ്റോറിയാണത്. അമ്മ എന്ന് പറയണത്
അമ്മയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു വിഷമം. അത് എനിക്കെന്നല്ല കേട്ടോ, ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുന്ന ലിജിക്ക് പോലും അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര വല്ലാത്തൊരു കാര്യം. അങ്ങനത്തെ ഞങ്ങളുടെ അമ്മ. അപ്പം പിന്നെ എന്നിട്ടാ പറഞ്ഞു നിർത്തിയത് നമ്മൾ. ആ അപ്പം അങ്ങനെയൊക്കെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പകാലങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടാമത്തെ മോനല്ലേ അല്ലേ? ബാക്കിയൊക്കെ ചേട്ടന്മാര് വലിയവരല്ലേ? അച്ഛനൊത്ത സ്ഥാനത്തുള്ളവരായിരുന്നു എല്ലാവരും. എല്ലാവരും. അത് ശരിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ഇളയതാണ്. എട്ടാമത്തല്ലേ? അവർക്കൊക്കെ ഞാൻ എല്ലാവരും ചേട്ടന്മാരൊക്കെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് അതെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞങ്ങളൊരു വലിയൊരു കൂട്ടുകുടുംബമുണ്ട്. കൂട്ടുകുടുംബമായിരുന്നു. അങ്ങനെ മൂത്ത ജ്യേഷ്ഠൻ്റെ കല്യാണം കഴിയണം. കല്യാണം കഴിയുമ്പോൾ ഞാൻ ചെറുതാണ്, എനിക്ക് 4-5 വയസ്സൊക്കെ ഉള്ളൂ തോന്നുന്നുണ്ട്. 5 വയസ്സില്ല, 4 വയസ്സ് 3.5 അത്രയൊക്കെ ഉള്ളൂ എൻ്റെ മൂത്ത കല്യാണം കഴിക്കുമ്പോഴേ. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ പിന്നെ രണ്ടാമത്തെ ചേട്ടൻ്റെ കല്യാണം കഴിയുന്നു. അപ്പോൾ ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ ഒരാൾ മാറി താമസിക്കും, പിന്നെ അടുത്ത ആൾ കല്യാണം കഴിക്കുന്നു. അങ്ങനെയൊക്കെയാണല്ലോ കൂട്ടുകുടുംബമാകുമ്പോൾ. അങ്ങനെയാണല്ലോ, എല്ലാവരും ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഓരോരുത്തർ മാറി താമസിക്കും. പിന്നെ എൻ്റെ 2 ചേട്ടന്മാർ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിച്ചിരുന്നത്. ഒരുമിച്ചായിരുന്നു. മൂത്ത ജ്യേഷ്ഠന് താമസിക്കുന്നത് ലിജിയുടെ വീടുണ്ട്. അവര് അയൽവക്കമാണ്. മൂത്ത ജ്യേഷ്ഠനും ലിജിയും അവർ അയൽവക്കമാണ്. അങ്ങനെയാണ് അങ്ങനെ നമ്മളെ തലപ്പെട്ടത്. മൂത്ത മോനും അല്ലേ? മൂത്ത ചേട്ടൻ്റെ മൂത്ത മോനും ചേട്ടനും നിസ്സാര വയസ്സിൻ്റെ വ്യത്യാസമുള്ള അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും കൂടുതൽ വിവരങ്ങളൊക്കെ കൂടുതൽ എൻ്റെ ലൈഫ് സ്റ്റോറി ആയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇനി ലൈഫ് സ്റ്റോറിയിലേക്ക് ഇനി പോകണ്ടേന്നൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ അഭിപ്രായം പോലെയൊക്കെ ഇരിക്കും കേട്ടോ. വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാനും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അതെ. അപ്പോൾ നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ അല്ല കുറച്ച് ആരെങ്കിലും ഒരാളെങ്കിലും ഷൂട്ട് ചെയ്യാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ലല്ലോ. മെയിൻ അതാണ് അല്ലേ? നമ്മളെ പറ്റി അറിയണ്ടേ അവർക്ക് അല്ലേ? അല്ല നമ്മളെ പറ്റിയെന്നല്ല, നമ്മള് ഇപ്പം എൻ്റെ ഒരു ഞാൻ ജീവിച്ചു വന്നിങ്ങനെ കയറി വന്നൊരു കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറഞ്ഞ് അല്ല എവിടെ നിന്ന് എവിടം വരെ ആയി. നാളെ ഒരു വീഡിയോയില് പറഞ്ഞ് എന്റെ ലൈഫ് സ്റ്റോറി ഞാൻ ഇടുന്നു പറഞ്ഞിട്ടുണ്ട്. എന്റെ ലൈഫ് സ്റ്റോറി ഞാൻ ഇടുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ ഒക്കെ പിടിക്കാം. ഒരു സിനിമ ഒക്കെ ഉള്ളതുണ്ട്. ലൈഫ് സ്റ്റോറി ഒന്നും ഇല്ലേ? അച്ഛനും അമ്മ 2 മക്കള് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ച് ചേട്ടൻ്റെ ഒപ്പം. എന്ത് ലൈഫ് സ്റ്റോറി എന്ന് പറയാനില്ല. അല്ല ഞങ്ങൾ അച്ഛനും അമ്മയും സന്തോഷത്തോടുകൂടി അത് നേരത്തെ പറയാ. ഇപ്പൊ കൊറേ ആയില്ലേ അല്ലേ? സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബോറടിച്ചാലും അപ്പൊ കമന്റ് ചെയ്യട്ടെ. തുടർന്ന് പോണോ പോകാല്ലേ? നമുക്ക് കുറച്ച് ഒരു അധികം അങ്ങനെ ബോറടി വീടില്ല കേട്ടാ. ഒക്കെ ഇങ്ങനെ അല്ലേ? കൊറേ ഇങ്ങനെ ആയാലും ഇഷ്ടപ്പെടൂല. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെച്ചാൽ നമ്മളെ ജീവിതത്തിൽ വന്നിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മനസ്സിലാവും ഞാനിങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കും ഒക്കെ തോന്നും. നോക്കാം എൻ്റെ ലൈഫ് സ്റ്റോറിയും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ കുറച്ചൊരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇടാ ഇതൊക്കെ വേഗം പോവാൻ പ്രാർത്ഥിക്കുക. ഇറങ്ങി കേൾക്കുമ്പോൾ ഉറക്കമില്ലാണ്ടായി. ഇടയ്ക്കിടയ്ക്ക് ഉള്ളട്ടോ ഭാഗ്യത്തിന്. ഇവിടെ എത്ര 4 മൊബൈലുണ്ടായി. 4 മൊബൈലും കിടന്നടിക്കുന്നു. ഉറക്കമില്ല. ഇങ്ങനെ യുദ്ധം തീരണ മട്ടില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ
ശരി, അപ്പോൾ വീണ്ടും കിച്ചു വിളിക്കണം. അത് വേണമെങ്കിൽ വീഡിയോ എടുക്കാമോ? കിച്ചുവിൻ്റെ കോള് വരുന്നുണ്ടാ. കിച്ചുവിൻ്റെ കോള്. കിച്ചുവിൻ്റെ കോള് അത് പൊട്ടിയല്ലേ. ഹലോ, എന്താണ് വിശേഷം? റൂമിലെത്തിയ മോൻ? സൗണ്ട് ഓളിയില്ലേ? എന്തെടുക്കണ്? എന്തെടുക്കുന്നു? ജിമ്മി പോണില്ല അപ്പൊ ഇന്ന്? ഓഫീസിൽ പോയിട്ടാ? അമ്മ അച്ഛനെ വീഡിയോ എടുത്തോണ്ടിരിക്കായിരുന്നു. അച്ഛന്റെ ലൈഫ് സ്റ്റോറി ഇടാണ് കിച്ചു. നല്ലതാണാ? അച്ഛന്റെ ലൈഫ് സ്റ്റോറി ഇടാണ് അപ്പൊ അതിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കായിരുന്നു. കഴിഞ്ഞട്ടാ ലാസ്റ്റ് ഞങ്ങള് പറഞ്ഞപ്പോഴാണ് കിച്ചുവിന്റെ കോള് വന്നത്. അപ്പോൾ ഞങ്ങൾ കിച്ചുവിനെ വെച്ചും കൊണ്ട് ഇനി അടുത്ത വീഡിയോ കാണാട്ടാ. ഞാൻ കിച്ചുവിനായിട്ട് സംസാരിക്കട്ടെ.